വിളവ് കുറഞ്ഞാൽ നഷ്ടക്കണക്കിന്റെ ഭാരം പേറി നടക്കുന്ന നെൽകർഷകർക്ക് വിളവ് വർദ്ധിച്ചാലും ആഹ്ലാദത്തിന് വകയില്ല. സർക്കാർ നയത്തിന്റെ പിടിപ്പുകേട് മൂലം ദുഃഖവും സമാധാനക്കേടുമാണ് അപ്പോഴും മിച്ചമാകുന്നത്. ഏക്കറിന് 2500 കിലോ വരെ സംഭരിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് വിനയായത്. രണ്ടാം വിള ഇത്തവണ പൊതുവെ നെൽകർഷകർക്ക് മെച്ചവും ആശ്വാസവുമാണ്. പക്ഷേ സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും തെറ്റായ നയം മൂലം കർഷകന്റെ സന്തോഷം തല്ലിക്കെടുത്തുകയാണ്. ഇത്തവണ ഭൂരിഭാഗം കർഷകർക്കും ഒരേക്കർ കൃഷിയിൽ നിന്നും 2600 മുതൽ 3000 കിലോ വരെ വിളവ് ലഭിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് നൽകിയാൽ പണം കിട്ടാൻ വൈകുമെങ്കിലും തരക്കേടില്ലാത്ത വില കിട്ടും. പക്ഷേ സപ്ലൈകോയുടെ നിർദ്ദേശം ഒരേക്കർ കൃഷിയിൽ നിന്നും 2200 കിലോ വരെ മാത്രം സംഭരിച്ചാൽ മതിയെന്നാണ്. കൃഷിക്കാരുടെ നിരന്തരമായ പരാതിയും സമ്മർദ്ദവും കണക്കിലെടുത്ത കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഏക്കറിന് 2500 കിലോ വരെ സംഭരിക്കാൻ നിർദ്ദേശിച്ചതായി കർഷകൻ പറയുന്നു. എന്നാലും ബാക്കിയുള്ള നെല്ല് എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് കർഷകർ. സന്ദർഭം മുതലാക്കി സ്വകാര്യ മില്ലുടമകളും രംഗത്തുണ്ട്. വേനൽ മഴയെ പേടിച്ച് കർഷകർ കിട്ടിയ വിലയ്ക്ക് സ്വകാര്യ കച്ചവടക്കാർക്ക് നെല്ലു വിൽക്കാൻ നിർബന്ധിതരാണെന്നും കർഷകരെ മില്ലുകൾ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാൻ രണ്ടാം വിള നെല്ല് മുഴുവൻ സംഭരിക്കാൻ കൃഷിവകുപ്പ് ഉത്തരവിറക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.